ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എമിനന്റ് PSC അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ വിജ്ഞാപനങ്ങൾ വരാനിരിക്കുകയാണല്ലേ. അപ്പോൾ നിലവിൽ വന്ന ഡിഗ്രി ലെവൽ വിജ്ഞാപനങ്ങൾ ഇറക്കി, നിലവിൽ ആപ്ലിക്കേഷൻ ഡേറ്റ് ഉള്ള വിജ്ഞാപനങ്ങൾ ഇറക്കി, ഇനി വരാനിരിക്കുന്ന വിജ്ഞാപനങ്ങൾ ഇറക്കി. ഇങ്ങനെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 11 ഡിഗ്രി ലെവൽ വിജ്ഞാപനത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങിയാലോ? റൈറ്റ്. അപ്പോൾ അതുപോലെ നമ്മൾ നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ക്ലാസ് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. തുടങ്ങിയാലും നമുക്ക് റൈറ്റ്. അപ്പോൾ ഞാനൊന്ന് കൃത്യമായിട്ട് എഴുതി കാണിക്കാം വരാനുള്ള നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെ, അല്ലെങ്കിൽ നിലവിൽ നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് വിട്ടേക്കുന്ന നോട്ടിഫിക്കേഷൻ ഏതൊക്കെയെന്ന് കൃത്യമായി നമുക്ക് നോക്കിയാലോ. ബോർഡിലേക്ക് നോക്കൂ. നിലവിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ അല്ലേ, ഇക്കഴിഞ്ഞ ജൂലൈ മാസമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ ഡിഗ്രി ലെവലിൽ വന്നു തുടങ്ങിയത്. നോക്കൂ, നമുക്കപ്പോൾ കൃത്യമായിട്ടൊരു ഹെഡിങ് കൊടുത്തു വെക്കാം. എന്താ നമ്മുടെ ഹെഡിങ്? നോക്കൂ, ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ. ശ്രദ്ധിക്കുക, ഈ 2025 ഏറ്റവും കൂടുതൽ വരുന്നത് 10ാം ക്ലാസ് പ്ലസ് ടുവിനെക്കാട്ടി ഉപരി ഡിഗ്രി ലെവൽ വിജ്ഞാപനമാണെന്ന് മറക്കല്ലേ. അപ്പോൾ അതിന് പ്രകാരം 2026 എന്തുണ്ടാകും? ഒരു കോമൺ പ്രിലിംസിൻ്റെ പരീക്ഷ ഉണ്ടാകും. അപ്പോൾ 2026 വരാൻ പോകുന്ന ഒരു മാർച്ച് ടു ഏപ്രിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2026 വരാൻ പോകുന്ന കോമൺ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ ഏതൊക്കെ പരീക്ഷകൾ ഉൾപ്പെടാം എന്ന് കൃത്യമായി പരിശോധിക്കാം. ആദ്യം ഞാൻ നോട്ടിഫിക്കേഷൻ സമ്മെടുക്കട്ടെ, ഞാൻ എഴുതാം. ഒന്നാമത്തെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. എന്തായിരുന്നു എൻ്റെ പേര്? നോക്കൂ, കാറ്റഗറി നമ്പർ 17/2025 അടിസ്ഥാനമാക്കി നമുക്കൊരു വിജ്ഞാപനം വന്നിരുന്നു. ഏവരും അയച്ചിട്ടുണ്ടാവണം. SBCID സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ SBCID അസിസ്റ്റൻ്റ് വിജ്ഞാപനം 18 to 36, അതായത് 18 to 36 പ്രായപരിധിയിൽ, 19 to 36 ആയിരിക്കും. 19 to 36 പ്രായപരിധിയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ഡിഗ്രി ആയിരുന്നു ക്വാളിഫിക്കേഷൻ. കേരള പോലീസിലേക്കായിരുന്നു വിജ്ഞാപനം വിളിച്ചിരുന്നത്. എന്നാൽ ഒരു പ്രത്യേകത, നോർമൽ പോലീസിനെ പോലെ ഫിസിക്കൽ ഉണ്ടോ? ഇല്ല. SBCID അസിസ്റ്റന്റ് പരീക്ഷയിൽ ഫിസിക്കൽ ഇല്ല, മെഡിക്കൽ ഇല്ല. കണ്ണൊരു പ്രശ്നമല്ല, ലേഡീസിനും അയക്കാൻ കഴിയും. കാരണം നോർമലി പോലീസിൻ്റെ വിജ്ഞാപനം വരുന്ന സമയത്ത് എന്താ പ്രശ്നം? ഫിസിക്കൽ ഉണ്ടാകും, മെഡിക്കൽ ഉണ്ടാകും, ഹൈറ്റ് ഉണ്ടാകും. പല പോസ്റ്റിലും ലേഡീസിന് സെൻഡ് ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ ആംഡ് ബറ്റാൽ അതൊന്നും ലേഡീസിന് സെൻഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ലിമിറ്റേഷൻസും ഇല്ല. 10 to 5 ഓഫീസ് ഡ്യൂട്ടിയാണ്. രണ്ടാമത്തെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനം എന്താ നോക്കൂ, അതും അതിന് വന്നിരുന്നു. കാറ്റഗറി നമ്പർ 187/2025 അടിസ്ഥാനമാക്കി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫോഴ്സ്, ഒരുപാട് പേര് കാത്തിരുന്ന ഫോഴ്സ്, എക്സൈസ് ഇൻസ്പെക്ടർ. പറഞ്ഞതുപോലെ എന്താ വിളിപ്പേര്? ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയിരുന്നു. ലേഡീസ് ക്യാൻസർ, ലേഡീസിന് വഹിക്കാൻ കഴിയുമായിരുന്നു. കാരണം നമുക്കറിയാം കേരളത്തിൽ പലപ്പോഴും ഫോഴ്സ് വിജ്ഞാപനം വരുന്ന സമയത്ത് ലേഡീസിന് അയക്കാൻ കഴിയാറില്ല. പല ലിമിറ്റേഷൻസും അതിൽ വരാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല. എക്സൈസ് ഇൻസ്പെക്ടർ ലേഡീസ് ക്യാൻസർ. കാരണം ഇത് 2016-14 സമയത്തൊക്കെ ലേഡീസിന് അയക്കാൻ കഴിയാതിരുന്ന പോസ്റ്റാണ് 16 മുതൽ ലേഡീസിന് സെൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. ഓക്കെ. അപ്പോൾ 187/2025 എക്സൈസ് ഇൻസ്പെക്ടർ ഡിഗ്രി ആയിരുന്നു ക്വാളിഫിക്കേഷൻ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനം, നിലവിൽ നിങ്ങൾ ക്യാറ്റിലേക്കുള്ള അസിസ്റ്റന്റ് പോസ്റ്റായിരുന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് പോസ്റ്റ് കിട്ടിയായിരുന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് പോസ്റ്റ്, അതും ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു, വിജ്ഞാപന സമയം കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിരുന്നു. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാത്തിരുന്ന വിജ്ഞാപനം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. എന്തായിരുന്നു എൻ്റെ പേര്? കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കാറ്റഗറി നമ്പർ 382/2025 അടിസ്ഥാനമാക്കി കേരളത്തിലേക്ക് വിളിച്ചിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. കിട്ടിയോ? കേരളത്തിൽ വിളിച്ചിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിജ്ഞാപനമാണ്. 2 കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിജ്ഞാപനമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിജ്ഞാപനം ഒന്ന് KSFE, അതായത് KSFEയും KCB. ഞാൻ പറഞ്ഞിരിക്കുന്ന 382/2025 KSFE KCB കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനം അതേ കമ്പനി ബോർഡ് തന്നെയാണ്, പക്ഷേ ഓർഗനൈസേഷൻ വ്യത്യാസം വരും, അപ്പോൾ ശമ്പളം മാറും. 383/2025 അതും ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിജ്ഞാപനമാണ്, പക്ഷേ വിളിച്ചിരിക്കുന്ന ഓർഗനൈസേഷൻ വ്യത്യാസമുണ്ട്. KSRTC പോലെയുള്ള കുറച്ച് ഓർഗനൈസേഷൻസ് ശമ്പള വ്യത്യാസമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്നത് 382-നാണ്. ഏകദേശം 45+, 45+ സാലറിയും
അത് KSFE, KCE തുടങ്ങിയ 10ഓളം ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്. അടുത്ത 383/2025 KSRTC പോലുള്ള ഓർഗനൈസേഷൻസ് സ്റ്റാർട്ടിംഗ് സാലറി അറൗണ്ട് ഒരു 30 ആയിരിക്കും, 30. അങ്ങനെ 5 പോസ്റ്റ്. ഇപ്പം നിലവിൽ നിങ്ങൾ ഈ അയച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അയച്ചുകൊണ്ടിരിക്കുന്നതും അയച്ചു കഴിഞ്ഞതുമായിട്ടുള്ള 5 ഡിഗ്രി ലെവൽ വിജ്ഞാപനം അല്ലേ? നമ്മൾ എത്ര 11 അല്ലേ പറഞ്ഞത്? ശരി. 6ാമത്തെ ഡിഗ്രി ലെവൽ വിജ്ഞാപനം ഈ വരുന്ന നവംബർ മാസം, നവംബർ 2nd വീക്കോട് കൂടി കേരളത്തിൽ 6ാമത്തെ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ എത്തുന്നു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എഴുതൂ, നിങ്ങൾ റഫായിട്ടൊന്ന് എഴുതി മാറ്റിക്കോണേ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിജ്ഞാപനം ഈ വരുന്ന നവംബർ മാസം ലോഞ്ചാവും. അതിൻ്റെ വ്യത്യസ്തമായ വർക്കുകൾ PSC ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് PSC. 7ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനം നോക്കണേ, അടുത്ത സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അല്ലേ? പതിവുപോലെ എല്ലാ വർഷവും വിളിക്കുന്ന പോലെ വീണ്ടും വരുന്നു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അപ്പോൾ അടുത്ത സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നമുക്ക് പറയാൻ കഴിയും സ്റ്റേഷൻ. 2ആയിട്ടാണ് സബ് ഇൻസ്പെക്ടർ വിളിക്കാറ്. ഒന്നേതാ സ്റ്റേഷൻ SI, സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ. രണ്ടാമത് വീണ്ടും ഒരു SIയും കൂടെ ഞാൻ എഴുതുകയാണ്, സബ് ഇൻസ്പെക്ടർ ആംഡ് ബറ്റാലിയൻ. പറഞ്ഞതുപോലെ എന്താ വിളിപ്പേര്? സബ് ഇൻസ്പെക്ടറാണ്, ആംഡ് ബറ്റാലിയൻ. കിട്ടിയായിരുന്നു? എന്താ വിളിപ്പേര്? ആംഡ് ബറ്റാലിയൻ. ഓക്കെ അല്ലേ? അപ്പോൾ 8ആയോ? അപ്പോൾ 7ാമത്തെ പോസ്റ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സ്റ്റേഷനാണ്. 8ാമത്തെ പോസ്റ്റ് സബ് ഇൻസ്പെക്ടർ ആംഡ് ബറ്റാലിയനാണ്. ക്ലിയർ അല്ലേ? 8ആയിട്ടുണ്ടോ? കഴിഞ്ഞില്ല. ഇനി 9ാമത്തെ ഒരു പോസ്റ്റ് ഇങ്ങോട്ട് എഴുതിക്കോട്ടെ, ഒന്ന് റഫായിട്ട് എഴുതി മാറ്റിക്കോണം നിങ്ങൾ. എന്നാൽ നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയെന്ന് വ്യക്തമായിട്ട് നമ്മൾ അറിയുക, എന്നാൽ മാത്രമേ പഠനം നമുക്ക് ക്രമീകരിക്കാൻ പറ്റൂ പ്രോപ്പറായിട്ട്. 7 നോട്ടിഫിക്കേഷനാണ്, 8 നോട്ടിഫിക്കേഷനാണ് അല്ലേ? 8. 9ാമത്തേതാ ഇവിടെ എഴുതാമല്ലോ എനിക്കല്ലേ? ഇങ്ങോട്ട് കാണുന്നുണ്ടോ? ഉണ്ട്. 9ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ജൂനിയർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫീസർ. അപ്പോൾ അതും വിളിക്കാനുള്ള സാധ്യതയുണ്ട് താനും, മറക്കല്ലേ. ജൂനിയർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫീസർ എന്ന് പറയുന്നൊരു വിജ്ഞാപനമുണ്ട്. അപ്പം അതും വിളിക്കാം. 43 ശമ്പളത്തിൻ്റെ ബേസ്, 43,000 ബേസ് വരുന്ന ഒരു ജൂനിയർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫീസർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ. വേറെ പ്രത്യേകിച്ച് ഫിസിക്കലോ മെഡിക്കലോ ഒന്നും വേണ്ട. 9ആയിട്ടുണ്ടോ? 10ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് നോക്കണേ, നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് ബാങ്ക്. പറഞ്ഞതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റാണ്, അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റാണ് ടു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള നാഷണൽ സേവിങ്സ്. മറന്നുപോകല്ലേ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും സൂപ്പർ പോസ്റ്റ് അത് തന്നെയാണ്, അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നാഷണൽ സേവിങ്സ് ബാങ്ക് എന്നാണ് ശരിക്കും പറയുന്നത്. പക്ഷേ അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഒരു പോസ്റ്റാണ്. അതിൻ്റെ ശമ്പളത്തിൻ്റെ ബേസ് കൊടുത്തിരിക്കുന്നതാണ് 55 ആണ്. 55,100 അല്ലേ? 55,100 ശമ്പളത്തിൻ്റെ ബേസ്. ഗസറ്റഡ് പോസ്റ്റാണ്, മറന്നുപോലെ. അതായത് LSESന് ശേഷം കേരളം കാണുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഒരു ജനറൽ എന്ന് പറയുമ്പോൾ ഒരു ഡിഗ്രി, സാധാ ഒരു ഡിഗ്രി ഉള്ള ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് അയക്കാൻ കഴിയുന്ന KSന് ശേഷമുള്ള കേരളത്തിലെ ഏറ്റവും ശമ്പളത്തിൻ്റെ കേസിൽ, ശമ്പളത്തിൻ്റെ കേസിലും പൊസിഷൻ്റെ കേസിലും പവറിൻ്റെ കേസിലും റാങ്കിൻ്റെ കേസിലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ടു നാഷണൽ സേവിങ്സ് ബാങ്ക്. ശമ്പളത്തിൻ്റെ സ്റ്റാർട്ടിങ് 55,100 ഓർക്കണം. നമ്മുടെ LSESൻ്റെ ശമ്പളം, പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ LSESൻ്റെ ശമ്പളം 51,400 ആരംഭിച്ചിരുന്നത്. ഇതുകൊണ്ട് 55,100 ശമ്പളം ആരംഭിക്കുന്നത്. ഗസറ്റഡാണ്, മറന്നു പോകരുത്. ക്ലിയർലി. 10 11 നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ജയിൽ സൂപ്രണ്ട്. നോക്കൂ, അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട്. കേരളത്തിലെ മറ്റൊരു ജയിൽ ആൻഡ് കറക്ഷൻ സർവീസിലേക്കുള്ള പോസ്റ്റാണ് അസിസ്റ്റന്റ് ജയിലർ അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ട്. ജയിൽ SI 2 സ്റ്റാർ ജയിൽ SI അങ്ങനെ തന്നെ പറയാം. അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടാണ്. ഓക്കെ, അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് ഗ്രേഡ് 1 ആ ഒരു പോസ്റ്റാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ജയിൽ SI എന്ന് പറയാം, അല്ലെങ്കിൽ 2 സ്റ്റാർ ഇൻ ജയിൽ. ഇങ്ങനെയുള്ള 11 വിജ്ഞാപനങ്ങളാണ് കേരള PSCയുടെ ഭാഗത്തു നിന്ന് ഈ 2025 ഡിസംബർ മാസത്തോടെ ഫൈനലൈസ് ആവുന്നത്. അത് ഞാൻ പറഞ്ഞു, ആദ്യത്തെ 5ഓളം വിജ്ഞാപനം എത്തിക്കഴിഞ്ഞു. അടുത്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മുതലുള്ള വിജ്ഞാപനം ഈ വരുന്ന നവംബർ പകുതിയോടെ തന്നെ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ 11 വിജ്ഞാപനത്തിനും ഒരൊറ്റ പരീക്ഷ, അതായത് കോമൺ പ്രിലിംസ് ആയിരിക്കും. ഇതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റെന്തെങ്കിലും തരത്തിലെ മാറ്റം ഉണ്ടെങ്കിൽ PSC ഡിസംബർ അവസാനത്തോടെ ഏവരെയും കൃത്യമായിട്ട് അറിയിക്കും. മാറ്റം വരാൻ സാധ്യതയില്ല. അപ്പോൾ ഈ 11 ഡിഗ്രി പ്രിലിംസിന് ചേർത്തിട്ട് ഒറ്റ പ്രിലിംസ് നടത്തുകയും മെയിൻസ് സെപ്പറേറ്റ് ആയിരിക്കും. നമ്മൾ ഈ 5 വർഷത്തെ PSCയുടെ ഒരു ടെൻഡൻസി
ഒരു പ്രവണത, ഒരു രീതി അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത് 11 ഡിഗ്രി പ്രിലിംസ്, 11 ഡിഗ്രി വിജ്ഞാപനത്തിൽ, 11 ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ, 11 ഡിഗ്രി വിജ്ഞാപനത്തിൽ ഒരൊറ്റ പ്രിലിംസ് നടത്തുകയും ശേഷം ഒരു 9ഓളം മെയിൻസ് വരാം. അവിടെ 9 മെയിൻസ് എന്ന് പറയുമ്പോൾ SPCADക്ക് സെപ്പറേറ്റ് മെയിൻസ് ആയിരിക്കും, എക്സൈസ് ഇൻസ്പെക്ടർക്ക് സെപ്പറേറ്റ് മെയിൻസ് 2, ക്യാറ്റിന് തീർച്ചയായിട്ടും സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് സെപ്പറേറ്റ്. ഇവിടെയൊക്കെ ഒരു കാര്യമുണ്ട്, കാരണം മെയിൻസിൽ നമുക്കൊരു ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. അത് ശരിക്കും അതിൽ 11 കട്ട് ഓഫ് ആയിരിക്കും. നമ്മുടെ പൊതു രീതി അനുസരിച്ചിട്ട് കോമൺ പ്രിലിംസിന് കഴിയും, അത് കഴിഞ്ഞ് 11 കട്ട് ഓഫ് വരും. 11 കട്ട് ഓഫ് വന്നിട്ട് മെയിൻസിലേക്ക് വരുമ്പോൾ സംഭവം കൊണ്ട് തിരിയും. അതായത് എങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ പഠിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരും. കാരണം ഇതിൻ്റെ മെയിൻസുകളെല്ലാം ഒരു 2 ആഴ്ച ഗ്യാപ്പിലായിരിക്കും. നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഓക്കെ, നമുക്കത് 2 എക്സാം നോക്കാം. അല്ലെങ്കിൽ ഒരു 2 ആഴ്ച ഗ്യാപ്പിലാണ് മെയിൻസ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ടൈറ്റ് ആവും. ഒറ്റ ഒരെണ്ണം നോക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ മെയിൻസിൻ്റെ കാര്യം കൊണ്ട് നോക്കിയേക്കാം. കാരണം ഏതൊക്കെ എക്സാമിന് മെയിൻസ് ഉണ്ട് എന്ന് നോക്കാം. കാരണം മെയിൻസ് കോമൺ ആർക്കൊക്കെ വരും നമുക്ക് നോക്കണം. മുകളിലേക്ക് നോക്കി SBCAD സെപ്പറേറ്റ് മെയിൻസ് ആയിരിക്കും. കാരണം പ്രിലിംസ് നമ്മൾ കണ്ടു, 11 ഡിഗ്രി പ്രിലിംസിൻ്റെ വിജ്ഞാപനം അത് ഒറ്റ പ്രിലിംസിൽ കോമൺ പ്രിലിംസായി നടത്തിയിട്ട് മെയിൻസ് SBCAD സെപ്പറേറ്റ് ആണ്. പക്ഷേ SBCAD കഴിഞ്ഞ വർഷവും സ്പെഷ്യൽ ടോപ്പിക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ വർഷവും നോ സ്പെഷ്യൽ എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത് എക്സൈസ് ഇൻസ്പെക്ടർ 20 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷം സ്പെഷ്യൽ ടോപ്പിക്ക്, ഈ വർഷം അതേ 20 നിലനിർത്തിക്കൊണ്ട് മെയിൻസ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാറ്റ് അസിസ്റ്റൻറ്റ് 50 മാർക്കോളം, GK 50 മാർക്കോളം ലോയാണ്. അതേപോലെ തന്നെ ഇപ്രാവശ്യം പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത മുന്നോട്ട് പോകുമ്പോൾ ഇത് 2 കോമൺ മെയിൻസ് ആയിരിക്കും. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് കോമൺ മെയിൻസ് ആയിരിക്കും. അത് കോമൺ മെയിൻസ് നടത്തി 2 കട്ട് ഓഫിനെ കൊണ്ടുവരികയും ശേഷം ലിസ്റ്റ് പുറപ്പെടുവിക്കാനാണ് സാധ്യത. അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര മെയിൻസായി? 4 മെയിൻസായി നമുക്ക് തീർച്ചയായിട്ടും 1, 2, 3, 4. ഇനി 5ാമത്തെ മെയിൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. അതിന് 20 മാർക്കോളം യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷമായിരുന്നു ആദ്യമായി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മെയിൻസ് വന്നത് തന്നെ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു 20 മാർക്ക് മെയിൻസ് ഉണ്ട്. ആ സ്പെഷ്യൽ ടോപ്പിക്കുണ്ട്. ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും UGC കമ്മീഷനെക്കുറിച്ചും യൂണിവേഴ്സിറ്റി ആക്ടുകളെക്കുറിച്ചും നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കോത്താരി കമ്മീഷൻ പോലുള്ള കമ്മീഷനെക്കുറിച്ചും നിലവിലെ PM ശ്രീ സ്കീമിനെ പറ്റിയും പുതിയ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി പഠിക്കേണ്ടതായിട്ട് വരും. സിലബസ് കൃത്യമായിട്ടുണ്ട് അതിന്. 5 6ാമത്തെ മെയിൻസായി ഇവിടെ വരും. അപ്പോൾ ഇത് SPCAD 1, എക്സൈസ് 2, ക്യാറ്റിന് ഒരു മെയിൻസ് 3, ഇത് രണ്ടും കൂടെ ചേർത്ത് 4. പിന്നെ 5ാമത്തെ മെയിൻസ് ഏതാ? യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് 5ാമത്തെ മെയിൻസ്. 6ാമത്തെ മെയിൻസ് SI 2 ഒറ്റ മെയിൻസ് ആയിരിക്കും. അപ്പോൾ 6 മെയിൻസ് ആയോ? SI 2 ഒറ്റ മെയിൻസ് ആയിരിക്കും. പിന്നെ 7ാമത്തത് ജൂനിയർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫീസർ. 8ാമത്തത് സെപ്പറേറ്റ് മെയിൻസ് ആയിരിക്കും അസിസ്റ്റൻ്റ് ഡയറക്ടർ. 9 ജയിൽ സൂപ്രണ്ട്. ഇങ്ങനെ 9 മെയിൻസിൻ്റെ പരീക്ഷയായിരിക്കും. പറഞ്ഞു കിട്ടിയായിരുന്നോ? അപ്പോൾ പ്രിലിംസ് കോമണായി നടത്തുകയും ശേഷം ഒരു 11ഓളം അല്ലെങ്കിൽ 10ഓളം കട്ട് ഓഫുകൾ സെപ്പറേറ്റ് വരികയും ശേഷം ഒരു 10ഓളം മെയിൻസിൻ്റെ എക്സാം നടക്കുകയും ചെയ്യും. അല്ലെങ്കിൽ 9 മെയിൻസ്, 9 കട്ട് ഓഫ്, 9 മെയിൻസ്. കിട്ടിയായിരുന്നു? കിട്ടി. ഇതാണ് രീതി. അപ്പോൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും വലിയൊരു ചാൻസ് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെയൊരു സംഭവം നടക്കാൻ പോകുന്നത്. അതായത് 11 ഡിഗ്രി പ്രിലിംസ് ഒരുമിച്ചാണ്, 11 വിജ്ഞാപനം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു മാസ് റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശമ്പളം വെച്ചുകൊണ്ടും റാങ്ക് വെച്ചുകൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ഞാൻ 10ാമത് പറഞ്ഞിരിക്കുന്ന പോസ്റ്റാണ് അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്. പക്ഷേ അതിന് വേക്കൻസി 3 മുതൽ 4 വേക്കൻസി വരെ പ്രതീക്ഷിച്ചാൽ മതി. ഇനി ഞാൻ ഈ കൊടുത്തിരിക്കുന്ന 11 പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ അഡ്വൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നതും പോകുന്നതും ഈ 4ാമത് ഞാൻ ചുവന്ന മഷിയും കൊണ്ട് എഴുതിയേക്കുന്നുണ്ടാം. ഞാൻ അതുകൊണ്ടാണ് അതിന് ചുവന്ന മഷിയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിയിൽ കയറാൻ പറ്റിയതും ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസ് ഏകദേശം 3500-4000 അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിന് ഏകദേശം 3500 കഴിയുന്നു. അപ്പോൾ 3500 4000 വരെ അഡ്വൈസുകൾ നടക്കുന്ന, ഞാനതാണ് ചുമന്ന മഷിയും കൊണ്ട് 4 5 നിങ്ങൾക്ക് വേണ്ടി മാർക്ക് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്നത് ഈ 4ാമത്തെ 5ാമത്തെയും പോസ്റ്റ്. കമ്പനി ബോർഡ്, KSFE, KCB, കമ്പനി ബോർഡ്, KSRTC. ഞാൻ KSRTC മാത്രം ഒന്ന് ഓർക്കാനെ കൊണ്ട് പറയുകയാണ്. KSRTC മാത്രമല്ല കേട്ടോ, വേറെ കുറേ ഓർഗനൈസേഷൻസ് ആ നോട്ടിഫിക്കേഷന് കൊടുത്തിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ ദിവസം നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ എമിനൻ്റ് PSC യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഏതൊക്കെയാണ് ഓർഗനൈസേഷൻ ഞാൻ എടുത്തു പറയുന്നുണ്ട്. ഏതാണ് 383 ഓർഗനൈസേഷൻ, ഏതാണ് 382 ഓർഗനൈസേഷൻ ഞാൻ കൃത്യമായി എടുത്തെടുത്ത് പറയുന്നുണ്ട്. നോക്കിക്കോണേ അത് കേട്ടോ. ഓക്കെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോകുന്നത് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ കഴിയും കമ്പനി ബോർഡ്, KSFE, KSRTC ഒക്കെ ആയാലും ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോകുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്. ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും പൊതുവെ വേക്കൻസി കുറവാണ്. പക്ഷേ സാധ്യത ഒരുപാട് തുറന്നു കിടപ്പുണ്ട്. സാധ്യതകളെ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും വലിയ ഡിഗ്രി ഫിലിംസാണ് ഈ 2024 നമ്മൾ കാണാൻ പോകുന്നത്, നടക്കാൻ പോകുന്നത്. അത് മറക്കരുത്. പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കുക, പവർ ആക്കുക. അതുപോലെ നമ്മൾ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട്, ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സിലബസോ ഇതിൻ്റെ ക്വാളിഫിക്കേഷനോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ, മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബാച്ചുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ബാച്ചുകളെ പറ്റിയോ ക്ലാസ്സുകളെ പറ്റിയോ അല്ല മറ്റുള്ള സിലബസോ എങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായി കമൻറ്റ് ബോക്സിൽ കോൺടാക്ട് നമ്പറുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്, കൃത്യമായി കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താം. അതുമല്ലെങ്കിൽ തീർച്ചയായിട്ടും ബാച്ചിനെ പറ്റിയുള്ള വിശദീകരണങ്ങൾ അറിയാൻ കോൺടാക്ട് ചെയ്യാം. ഇനി നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ക്ലാസ് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്തേക്കണേ, മറന്നു പോകല്ലേ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.